പറയുകയാണെങ്കിൽ കാതൽക്ക് മര്യാദ അത് പറയാം. അനിയത്തിപ്രാവിന്റെ തമിഴ് തമിഴില് പിക്കുണ്ടോന്നൊരു സംശയമുണ്ട്. I am glad you asked this. ആ ലാസ്റ്റ് ഒരു ചോദ്യം, ലാസ്റ്റ് ഒരു ലൈൻ ഉണ്ടല്ലോ, 40s എത്തുമ്പോൾ എന്ന് പറയുന്നത്, അതൊരു കോൺവെർസേഷൻ ആവശ്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം ഒരു 40s കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല. എനിക്ക് തോന്നുന്നു ആ പേടി ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു 40s is the new 20s എന്നെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ചേഞ്ച് ഒന്നും വന്നില്ല, നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. രസതന്ത്രത്തില് ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല, പറയുന്നതിനെ കുറിച്ച്. അതാ അമ്മയ്ക്ക് ഇഷ്ടമല്ല. രസതന്ത്രത്തില് ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന്റെ ചേച്ചി. വലിയേട്ടനിലാണ് മലയാളത്തിൽ നമ്മളെപ്പോഴും ആദ്യം ഓർത്ത് അങ്ങോട്ട് പോകുമ്പോ എത്തി നിൽക്കുന്നത് അല്ലെ. ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറെ ഷോർട്സ് ഉണ്ട്, കണ്ണെഴുതുന്നതും ഒറ്റയടിക്ക് കുറേ കൊണ്ട് നിർത്തിയിട്ട് അഭിനയിച്ചോ പോലെ പോയി. ശോഭന സുകുമാരി അമ്മ, ശോഭന ചേച്ചി. എനിക്കൊന്നും നമുക്ക് തന്നെ ഇപ്പോഴും അന്നത്തെ കാര്യം പറഞ്ഞു കളിയാക്കാറുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു മസ്റ്റാങ്ങിൽ ഇരുന്ന് ഒരു ഷോട്ട് കിട്ടാന്നൊക്കെ പറയുമ്പോൾ പൂർണിമ ചേച്ചിയുടെ കൂടെയുള്ള വർക്കിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടു. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഐ റിയലി ഹോപ്പ് ഐ ഗെറ്റ് ടു ഡു അനദർ മൂവി വിത്ത് യു. So nice to work with her. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പൂർണിമ ഇന്ദ്രജിത്ത്, പ്രിയമത കൃഷ്ണൻ. വെൽക്കം. Thank you. ഒരു കട്ടിൽ ഒരു മുറി. അത് പൂർണിമ ചേച്ചിയുടെ ആദ്യത്തെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു, ഇത് എന്തായിരിക്കും എന്നുള്ള. ഇതിൻ്റെയൊക്കെ മുന്നേ തുടങ്ങുമ്പോൾ തന്നെ 2 വർഷം, ഏകദേശം 2 വർഷം മുമ്പ് 2022 മെയ് ലാസ്റ്റ് നമ്മൾ തുറമുഖത്തിൻ്റെ ഇൻ്റർവ്യൂവിനാണ് ഞാൻ ചേച്ചി ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണത്. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ലേഡീസ് മെസ്സേജ് ചെയ്തു, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അയ്യോ പൂർണിമനെ ഭയങ്കര ഇഷ്ടമാണ്, ഇനി കാണുമോ പറയുമോ എന്നൊക്കെ ചോദിച്ച് പല ടൈപ്പ് ഓഫ് ആൾക്കാർ, വർക്കിംഗ് വുമൺ ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എല്ലാവരുടെയും ഒരു ഹായ് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. എല്ലാവരോടും എന്റെയും ഹായ്, താങ്ക് യു സോ മച്ച്. ഒരു കട്ടിൽ ഒരു മുറിയിലെ ക്യാരക്ടറിനെ പറ്റി പറയൂ. അക്കമ്മ നിറയെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. അക്കമ്മയ്ക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അക്കമ്മയുടേതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തന്നെ മൈൻഡിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോകത്ത് അവരാണ് രാജകുമാരി. അവർ ത്രിപുര സുന്ദരിയായിട്ട് ജീവിക്കാൻ അവരുടെ ചെറിയ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങളും, പിന്നെ അതല്ലാതെ തന്നെ ഇൻഡിവിജ്വലി സിനിമയിലുള്ള കഥാപാത്രങ്ങളുടെ അതുവരെയുള്ള ഒരു ചെറിയൊരു യാത്രയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളുടെ ലൈഫിൽ പലവരും കടന്നു പോകും അല്ലേ. ചിലവർ പീപ്പിൾ കം പീപ്പിൾ ലീവ്. അതിനകത്ത് ചിലവർ വളരെ ഇമ്പോർട്ടൻ്റ് മൂമെൻറ്റ്സ് നമുക്ക് സമ്മാനിച്ചിട്ട് പോകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ അവരെ ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതുപോലെ പരസ്പരം ജീവിതയാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്ന കുറച്ച് ആൾക്കാരുടെ കഥയാണ്. നല്ല ഓമനത്തുള്ള കുഞ്ഞൊരു കഥ. ഒരു പാട്ട് ഇറങ്ങിയ സമയത്തും നമുക്ക് കുറെ കൺഫ്യൂസിങ് ആയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താ എന്നുള്ളത്, ഈ കട്ടിൽ എന്നുള്ളതിന്റെ പുറകിലൊക്കെ എന്താ പ്രിയമതയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? സോ എൻ്റെ ക്യാരക്ടറിന്റെ പേര് മധുമിയ എന്നാണ്. മധുമിയ. എൻ്റെ ക്യാരക്ടർക്ക് 2 പേരുണ്ട്. പടം കാണുമ്പോൾ മറ്റേ പേരും കൂടി കിട്ടും. സോ ഞാൻ ഇന്നേ വരെ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെക്കാളും എനിക്ക് ആസ് എൻ ആക്ടർ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഈ മധുമിയ ചെയ്തപ്പോഴാണ്. ഐ തിങ്ക് കുറേ പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും. മധുമിയനെ കുറിച്ച് എല്ലാം റിലേറ്റബിൾ ആയിരിക്കും എന്നല്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മധുമിയ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ആ സമയത്ത് ആളുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളോ കുറേ പേർക്ക് റിലേറ്റബിൾ ആയിരിക്കാം. സോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ചെയ്യുന്നൊരു കഥാപാത്രം ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കാം എന്നുള്ളൊരു തോട്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ഇതിൽ ഡാൻസ് മൂവ്സ് ഒക്കെ കണ്ടു കുറേ കാലത്തിന് ശേഷം, അങ്ങനെ കാണാൻ പറ്റിയ ഗ്രേസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനത്തെ ഷോർട്സ് ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ദിവസം നടക്കുന്നവർ ഭയങ്കര പേടിയായി. കാരണം ഒന്ന് കളിച്ചിട്ട് കുറച്ചായി, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടിന്യൂസ് അല്ല. അതായത് നമ്മുടെ നേരത്തെ കാലത്തുണ്ടായിരുന്ന പഠിച്ച് വളർന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ ജീവിതശൈലി. അപ്പം അതുകൊണ്ടുള്ള ഒരു മാനസിക
വിഷമവും ടെൻഷനും ഒക്കെയാണ്. അതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ ശരീരം വഴങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ മനസ്സിലൊരു വല്ലാത്ത പേടി തോന്നും, അയ്യോ ശരിയാവോ, ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ളത്, ആ ടച്ച് വിട്ടു പോയോ എന്നുള്ളത്. പിന്നെ അത് കളിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ കോൺഫിഡൻസും സന്തോഷമാണ്. കോൺഫിഡൻസിനേലും മേലെ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്ന ബോഡി മസിൽ മെമ്മറി ആണല്ലോ അത്. ആ മസിൽ മെമ്മറി വളരെയധികം ഉണ്ടാവും. അപ്പോൾ അത് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഭയങ്കര ഗംഭീര മൂവ്സ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരു ലൈറ്റ് ബ്രീസ്, ഒരു ഇളം കാറ്റിനോടൊപ്പം നമ്മൾ ഒരു ആസ്വദിച്ച്, ഇപ്പം നൃത്തം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് വിഷ്വൽസ് പോലെയാണ് അതിനകത്ത് പാട്ട് കാണിച്ചിരിക്കുന്നത്. വളരെ എൻജോയബിൾ ആയിരുന്നു. തമിഴാണോ സംസാരിക്കുന്നത്? തമിഴാണ് സംസാരിക്കുന്നത്. മദർ ടങ് കൂടെയാണ് സംസാരിക്കുന്നത്. വീണ്ടും തമിഴാണ് സംസാരിക്കുന്നത്. മലയാള സിനിമയിൽ തമിഴ് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലേ? അതെന്ത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതുപോലത്തെ കഥാപാത്രം കിട്ടാൻ. അവിടെ പോയി ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നേ ചെയ്തു, കോലങ്ങൾ മാത്രമേ ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ കാതലിക്ക് മര്യാദ, അത് പറയാം. അനിയത്തിപ്രാവിന്റെ തമിഴില് തമിഴ് വേർഷൻ കണ്ടിട്ടില്ല. ശാലിനിയുടെ ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആക്ച്വലി അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല് സെന്റ് ജോസഫ് കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ വിളിക്കാൻ പോയതാ. അപ്പൊ എൻ്റെ അടുത്ത് ഫാസ്റ്റ് സാർ പറഞ്ഞു, അഭിനയിക്കുകയാണെങ്കിൽ വിടാൻ രണ്ടുപേരെയും. അപ്പോൾ കോളേജിൽ പ്ലീസ് ഒന്ന് എന്തെങ്കിലും, അതായത് അന്നത്തെ ദിവസം നമ്മൾ ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഫാസ്റ്റ് അറിയുകയും ചെയ്യാം. അന്നത്തെ കാലത്ത് ഞാൻ പ്രോഗ്രാംസ് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഫാസ്റ്റ് സാറിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ ദിവസം വേഗം അഭിനയിക്കും, വേഗം പോവാ, അത് കൊണ്ടുപോകാം, എപ്പോൾ കൊണ്ടുപോകും ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ചാന്ദ്രി ചേച്ചി ഇവിടെ ചെയ്ത ക്യാരക്ടർ പറയുമ്പോ ഇവിടെ അത്ര ഹിറ്റ് ആയിട്ട് അതിന്റെ പാരലലി ഷൂട്ട് ചെയ്താണോ? അതല്ലല്ലോ, ഇത് ഹിറ്റ് ആയതിന്റെ ശേഷമല്ലേ റീമേക്ക്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതൽ ഉണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് ഒക്കെ. പിന്നെ ഒബ്വിയസ്ലി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ടാണല്ലോ ഇവര് ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് പകുതി ആൾക്കാരോടെ വന്നിരിക്കുകയാണ്. അപ്പോ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് അന്നത്തെ പ്രായത്തിൽ മുന്നും പിന്നും ചിന്തയൊന്നുമില്ല. എന്ത് ചെയ്തെങ്കിലും നമുക്ക് സ്റ്റാർ ആവണം, അതായത് കോളേജിൽ സ്റ്റാർ ആവണം എന്നുള്ള ഇതാണ്. അപ്പം എനിക്കിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട. പക്ഷെ പണ്ടൊക്കെ കോളേജിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസിന് സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവരുന്ന ആൾ ഭയങ്കര സ്റ്റാറാണ്. അപ്പൊ ആ സ്റ്റാർഡം എനിക്ക് വേണം ഭയങ്കര. പക്ഷെ ആ ഷൂട്ടിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും ആദ്യം ഷൂട്ട് ചെയ്ത ബൈക്കിൽ വരുന്നതാണോ വിജയൊക്കെ വരുന്നത്? അതില്ല, അത് ആക്ച്വലി ടുവേർഡ്സ് ദ എൻഡ് ആണ്. വിജയുമായിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു, മറ്റേ സംസാരിക്കുന്ന ഒരു സീൻ. അതാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ആദ്യം ആ ഹലോ ഹലോ എന്ന് പറയുന്ന സീനാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ മലയാളത്തിൽ വരുമ്പോ ആ ചെയറിൽ എല്ലാരും കൂടെ ഒരു കഫേയിൽ പിക്കുണ്ടോന്നൊരു സംശയമുണ്ട്. ഞാൻ ഇന്നലെ നോക്കിയിരുന്നു. Oh my god. Oh, it's a fresh memory ട്ടോ എപ്പോഴും. അടിപൊളി. Oh my god. പാത്തുനെ പോലെ ഉണ്ട്. Yeah, no? അല്ലേ? Yeah. തൊട്ടപ്പനില് ഫസ്റ്റ് ഷാനവാസ് കെബാബ് തന്നെയാണ് കൊണ്ടുവന്നതും ഡെബ്യൂ അതിൽ തന്നെയാണ് ചെയ്യണതും ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളിയുടെ കൂടെ ഇപ്പൊ വരുമ്പോ എങ്ങനെയായിരുന്നു ഇത്തവണ എക്സ്പീരിയൻസ്? ആക്ച്വലി എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്ത ഒരു സംവിധായകൻ്റെ കൂടെ ഞാൻ വീണ്ടും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് തൊട്ടപ്പൻ എനിക്കൊരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണ്. സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ അത്രയധികം ആഗ്രഹിച്ചൊരു കാര്യം മാത്രമായിരുന്നു. ഒരു സിനിമ സെറ്റ് പ്രോപ്പർലി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല, ഒരു ആക്ടർ ഡയറക്ടർ ഡൈനാമിക് എന്താണെന്ന് അറിയില്ല. സോ തൊട്ടപ്പനിൽ എനിക്ക് പേടിയാണ്. ബട്ട് ഇക്ക ഭയങ്കര സപ്പോർട്ടീവ് ഡയറക്ടറാണ്. എൻ്റെ ആദ്യ പടം ആയതുകൊണ്ട് ആൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നോട്ട് ജസ്റ്റ് ഷാനവാസ് ക, എവറിബഡി. ബട്ട് ഇൻ ദിസ് മൂവി എനിക്ക് കുറച്ചും കൂടി ഷാനവാസ് സർ ആസ് എ ഡയറക്ടർ എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റി. ബിക്കോസ് എനിക്ക് ആ ഒരു പേടിയുണ്ട്, ബട്ട് ആ ഒരു എക്സ്ട്രീം കംഫർട്ട് ലെവൽ ഉണ്ടാവുമല്ലോ. എനിക്കും ആക്ച്വലി ശരിക്കും ആഗ്രഹമുണ്ട് കേട്ടോ വർക്ക് ചെയ്ത ഭയങ്കര നൈസ് എക്സ്പീരിയൻസ്. ബിക്കോസ് ദ ഡേ ബിഫോർ ഷൂട്ട് എനിക്ക് പഴയ കുറെ ഓർമ്മകളുണ്ട്. ബട്ട് ഓക്കെ, ഇനി എൻ്റെ പുതിയ മെമ്മറീസ് എന്തായിരിക്കും? സോ ഒരു കംഫർട്ട് സ്പേസ്. ഇറ്റ്സ് ലൈക്ക് ഒരു
ഒരു സെക്കൻഡ് ഹോം എന്നും വിളിക്കാൻ വേണമെങ്കിൽ. സോ ദാറ്റ് വാസ് വെരി കംഫർട്ടിങ്. ഇപ്പോൾ കിസ്മത്ത് ആണെങ്കിലും തൊട്ടപ്പനാണെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിലല്ലല്ലോ സംസാരിക്കുന്നത്, അതിന്റെ കോണ്ടന്റും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇവിടെ വരുമ്പോൾ അതെങ്ങനെയാ ഒരു നമുക്ക് ഇതൊരു റോംകോം ജോണറാണ്, റോംകോം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിന് മാക്സിമം നീതി പുലർത്തുക എന്നത് തന്നെയാണ്. സ്ക്രിപ്റ്റ് നമുക്കറിയാം പലേരി സാറുടേതാണ്. പലേരി സാറിൻ്റെ സിനിമകൾ ഫോളോ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഐഡൻറ്റിറ്റി, സ്ക്രിപ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി, അദ്ദേഹത്തിൻ്റെ എഴുത്ത് ശൈലി എന്ന് തന്നെ പറയാം. പാലേരിസം എന്നാണ് ഷാനവാസ് പറയുന്നത്. ഒരു വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പം അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ആ ഒരു പുതിയ രീതിയിലുള്ള, കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സിനിമകളിൽ ഈ കിസ്മത്താണെങ്കിലും അതിന് തൊട്ടപ്പനാണെങ്കിലും അതിനുശേഷം വന്ന തൊട്ടപ്പന ആണെങ്കിലും ഒരു സെഗ്മെന്റിലോട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പം അതിൽ നിന്നും ബ്രേക്ക് ചെയ്ത് ചെയ്യണം എന്ന് തന്നെ ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണല്ലോ. അപ്പം അതിന് മാക്സിമം നീതി പുലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തം ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരുപാട് ലേഡീസ് ലുക്കപ്പ് ചെയ്യുന്ന ഒരു ആളാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു ഏർലി ട്വൻറ്റീസ് കല്യാണം കഴിച്ച ആളാണ്. എന്നാലും ഇപ്പോഴത്തെ ആളുകളെ വെച്ച് നോക്കുമ്പം കുറേ പേരൊന്നും ആ ഒരു ഏജിൽ മാരീഡ് ആവില്ല. അപ്പോൾ അവർക്ക് കുറേ നമുക്ക് ഫുൾഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മുന്നോട്ടുണ്ടാവും. ആഫ്റ്റർ മാരേജ് ചിലപ്പോൾ ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ടാവും പാഷൻ, പ്രൊഫഷൻ, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ബോഡി, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ, ഫാമിലി, ഇപ്പോൾ വന്നിട്ടുള്ള ഫാമിലി, ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഏരിയയിലും മികച്ചു നിൽക്കുന്ന, എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ഒരാളായിട്ടാണ് എല്ലാവരും, പ്രത്യേകിച്ചും സാധാരണ സ്ത്രീകളെല്ലാവരും നോക്കി കാണുന്നത്. അത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ഇപ്പം നമ്മളൊരു 40s എത്തുമ്പോൾ നമുക്കിതെല്ലാം ഒരുപോലെ കൊണ്ടുപോകുക. അതെങ്ങനെയാണ് ശരിക്കും? ഐ എം ഗ്ലാഡ് യു ആസ്ക്ഡ് ദിസ്. ആ ലാസ്റ്റ് ഒരു ചോദ്യം, ലാസ്റ്റ് ഒരു ലൈൻ ഉണ്ടല്ലോ, 40s എത്തുമ്പോൾ എന്ന് പറയുന്നത്, അതൊരു കോൺവെർസേഷൻ ആവശ്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം ഒരു 40s കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല. എനിക്ക് തോന്നുന്നു ആ പേടി ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു 40s is the new 20s എന്നെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ബട്ട് ആ തീർച്ചയാണ് സ്ത്രീകൾ, സ്പെഷ്യലി സ്ത്രീകൾക്ക് ആസ് ദേ ഗ്രോ ഓൾഡ്, ഓരോ ഘട്ടം പാസ് ചെയ്യുമ്പോഴും അവരുടെ ശരീരത്തിനുണ്ടാകുന്ന കുറേ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ നേരത്തെ ജീവിച്ചു പോയിരുന്ന പോലെയുള്ള ഒരു എനർജി ലെവൽസിലൊരു ഡിപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ കാലിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവർക്കും എനിക്കൊന്നും നേരിടുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ഇൻഡിവിജ്വലി അവനവൻ്റെ ബോഡിക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള അപ്രോച്ച് എന്താണ്, അതെങ്ങനെയാണ് നമുക്കതിനെ നമ്മുടെ ബോഡിക്ക് അതിനെ തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുക എന്ന് അവനവൻ തന്നെ അറിഞ്ഞിരിക്കണം. അത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ജനറൽ ഒരു തമ്പ് റൂൾ എന്തായാലും ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം, അതിപ്പോൾ സ്ത്രീക്ക് എന്നുള്ളത് മാത്രമല്ല, ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾക്കാണെങ്കിലും ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ്. അതൊരു മെഷീനല്ലേ, ഓയിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയണ പോലെ. അതല്ലാതെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഇഷ്ടം പോലെയുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ചസ് കുറേ ഉണ്ട് അല്ലേ. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ചേഞ്ച് ഒന്നും വന്നില്ല, ചേഞ്ച് വന്നോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെയാണ് ആക്ച്വലി കറക്റ്റായിട്ട് അറിയാം. പുറമേക്കുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും അവനോട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കറക്റ്റായിട്ടുള്ള മെഷർ അറിയാൻ പറ്റുന്ന എനിക്ക് തന്നെ. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഗോയിങ് ബാക്ക് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനസ്സിലുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അതുപോലെയൊക്കെ ഡാൻസ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓക്കെ. പക്ഷെ അതുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അമ്മ പലർക്കും അറിയാത്ത ഒരു കാര്യമല്ലേ അമ്മ വർക്ക് ചെയ്തിട്ടുള്ളതും. അമ്മയുടെ ഒരു സപ്പോർട്ട് എപ്പോഴും, അമ്മ എന്നുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റാണ് ഇൻ ദി ഫീൽഡ് ഓഫ് ഡാൻസ്. രസതന്ത്രത്തില് ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല, ഇഷ്ടമല്ല പറയുന്നതിനെ കുറിച്ച്. ബട്ട് രസതന്ത്രത്തിൽ ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന്റെ ചേച്ചി. ബട്ട് അമ്മ ഒരു ഡാൻസറാണ്. അമ്മ ആക്ച്വലി നോൺ മലയാളിയാണ്. ബട്ട് മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടായിട്ട് കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. ആൻഡ് എൻ്റെ അച്ഛനും ഒരു റൈറ്ററാണ്. സോ ഒരു കലാകുടുംബമായത് കൊണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് സിനിമയാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു. അതായത് ഓക്കെ,
എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം, ആർട്ട് എന്നൊരു ഫീൽഡിലേക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ they were very happy and very supportive about it. വല്യേട്ടനിലാണ് മലയാളത്തിൽ നമ്മളിപ്പോഴും ആദ്യം ഓർത്ത് അങ്ങോട്ട് പോകുമ്പോൾ എത്തി നിൽക്കുന്നത് അല്ലേ? അതിൽ ഇത്രയും അധികം ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. ലെജൻസ് എന്ന് തന്നെ പറയാവുന്ന അത്രയും ഗംഭീര ആക്ടിങ് കൈകാര്യം ചെയ്യുന്ന അതിൽ വെള്ളത്തിൽ മുങ്ങുന്ന സീനിലൊക്കെ അങ്ങനെ കുറേ ഫസ്റ്റ് മൂവി തന്നെ കുറേ ചെയ്യാനുണ്ട്. പിന്നെ അതിൽ ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറേ ഷോർട്സ് ഉണ്ട്, കണ്ണെഴുതുന്നതും ഓർക്കണില്ലേ? അത് എങ്ങനെയായിരുന്നു? ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാ ആ സമയം. കുറച്ച് ഭാഗം പൊള്ളാച്ചിയിലൊക്കെ വെച്ചാ ഷൂട്ട് ചെയ്തത്. മണിച്ചേട്ടൻ്റെ കൂടെയായിരുന്നു, ബ്രദറായിട്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യത്തെ സിനിമയും ചെയ്യുന്നത്, വർണ്ണക്കാഴ്ചകൾ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരുന്ന ആ ഒരു കംഫർട്ട് ലെവൽ, ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അദ്ദേഹം മാത്രമായിരുന്നു എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആദ്യത്തെ സിനിമയിൽ ഒപ്പം അഭിനയിച്ചു എന്നുള്ളതാണ് എൻ്റെ ആകെ കൂടിയുള്ള കംഫർട്ട്. കാരണം അവിടെ വർണ്ണക്കാഴ്ചകൾ കഴിഞ്ഞ് നേരെ ഞാൻ രണ്ടാം ഭാവവും വലിയ ഒരേ സമയത്താണ് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ സീനിയേഴ്സ് എല്ലാവരും കൂടെ വളരെയധികം ബുള്ളി ചെയ്യട്ടോ. അവള് നമ്മളെക്കാളും ബിസിയാണ് ആള്. അപ്പോൾ കാരണം ഒരേ സമയത്ത് ഷൂട്ടിങ് നടക്കണോണ്ട് രണ്ടാം ഭാവം ചെന്നൈയിലും ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മനയിലാണ് വലിയ ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നത്, ഒറ്റപ്പാലത്ത്. അപ്പോൾ ഈ അന്നത്തെ സമയത്ത് രാത്രി ട്രെയിൻ പിടിച്ചിട്ടാണ് പോവാ. അപ്പോൾ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതുവരെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു അതിലേക്കായിട്ട് ഇറങ്ങി ചെന്ന് ശ്രമിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ടി വിയിൽ പ്രോഗ്രാമൊക്കെ ഹോസ്റ്റ് ചെയ്യും, നൃത്തമായിരുന്നു മെയിൻ. അങ്ങനെയാണ് ഇതിലെല്ലാത്തിനും തുടക്കം നൃത്തം തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വർണ്ണക്കാഴ്ചകൾ ചെയ്തു, അതിനോടൊപ്പം ബാക്ക് ടു ബാക്ക് വേഗം വലിയേറ്റം ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ ഇതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പം ഒറ്റയടിക്ക് കുറേ സീനിയർ ആക്ടേഴ്സിന്റെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് അഭിനയിച്ചോ പോലെ ആയിപ്പോയി. സുകുമാരി അമ്മ, ശോഭന ചേച്ചി, ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ എല്ലാവരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെയധികം എനിക്കൊന്നും നമുക്ക് തന്നെ ഇപ്പോഴും അന്നത്തെ കാര്യം പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവുമായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് അറിയില്ലല്ലോ. കാരണം ഭയങ്കര ആങ്ഷ്യസ് ആണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ക്യാരക്ടർ എന്താണ്, ക്യാരക്ടറിൽ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്, സിനിമയിൽ അതിന് എന്തിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ. അപ്പോഴത്തെ ആ മൂമെൻറ്റ് ലിവ് ചെയ്യുന്ന ഒരു ഫേസിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു എന്താണ് നമ്മൾ ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ ഏതൊരു വലിയ ക്യാൻവസിൻ്റെ ഭാഗമാണ് നമ്മളായത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമാണ്. റോഷാക്കിലെ അമ്മു നമുക്കിപ്പോൾ പറയാലോ, അന്നാവുമ്പോൾ അതിലധികം റിവീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം അതിനെപ്പറ്റി ഒരുപാട് പേര് പല രീതിയിൽ ഇത് വായിച്ചെടുക്കുന്നുണ്ട്. നിസാം ബഷീർ എന്താ പറഞ്ഞതെന്ന്, നിസാം ബഷീർ എന്താ പറഞ്ഞതെന്ന് ശരിക്കും? എനിക്ക് ആക്ച്വലി ഒരു കഥയുടെ ഒരു ഫുൾ കഥ അല്ലെങ്കിലും ഒരു ബ്രീഫിംഗ് പോലെ കിട്ടി. പിന്നെ ഇതാണ് അമ്മു. ഇപ്പം നിങ്ങൾ പടത്തിൽ കണ്ട ഒരു അമ്മു തന്നെയാണ് എനിക്ക് നറേറ്റ് ചെയ്തിരുന്നത്. കാരണം അത്രയും ഇപ്പം വളരെ ചെറിയൊരു കഥാപാത്രമാണ് ഇൻ ദ ബിഗ് മൂവി. ബട്ട് അത് നറേറ്റ് ചെയ്തത്, അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഇത് എൻ്റെ സ്ക്രീൻ ടൈം കുറവാണെങ്കിലും ദിസ് ക്യാരക്ടർ ഇസ് ഗോയിങ് ടു ബി റിമെമ്പേർഡ് ഫോർ ഷുവർ. അമ്മുവിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ അമ്മു എന്താണ്, അമ്മു ഇവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഈ പ്രദേശത്തു നിന്നാണ്, അങ്ങനെയൊന്നുമല്ല. അമ്മയുടെ ഒരു മെന്റൽ സൈക്കോളജിയാണ് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നത്. അതായിരിക്കും എനിക്ക് അമ്മുവായിട്ട് പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാനൊന്നുമില്ല. ആസ് പ്രിയംവദ എനിക്ക് അമ്മു എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഒരു മെന്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജി പറയുമ്പോൾ മാത്രമായിരിക്കും എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് അമ്മൂടെ നറേഷൻ കിട്ടിയത്. ആൻഡ് മമ്മൂക്കയുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് റോളാണ്. അതെ അതെ. ആ കാറിലുള്ള സീനൊക്കെ എടുക്കുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ഒരു മസ്റ്റാങ്ങിൽ ഇരുന്ന് ഒരു ഷോട്ട് കിട്ടാന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അത് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് മേഘമൽഹാർ എനിക്ക് ചോദിക്കാതെ വിടാൻ തോന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് ഉമ്മ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുത്തിരുന്നു. പിന്നെ ഇന്ദ്രേട്ടനാ പറഞ്ഞ്
നിന്ന് പുറത്ത് കിടക്കണം, ഇങ്ങനെ വേണ്ട എന്നുള്ള, സ്വിച്ച് ചെയ്യണം എന്നുള്ള അന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ രേഖേന്റെ ഒക്കെ ഒരു തിരക്കും ആ മാനസികാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ല, ആ സമയത്ത് ഈ പറയുന്ന പോലെ ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് ക്യാരക്ടറിലോട്ട് ഇറങ്ങി അതിന് ക്യാരക്ടറെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഹെഡ് സ്പേസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറയായിരിക്കും കറക്റ്റ്. രേഖ ഇങ്ങനെയാണ്, രേഖ ഭയങ്കര പിന്നെ ജനറലി എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ സ്പീഡ് ഇത്ര കൂടുതലാണ്. ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ബിക്കോസ് അത് ഇപ്പം മറുഭാഷകൾ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. ഈ മലയാളത്തിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ വേറെ ഭാഷകൾ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഹിന്ദിയിൽ ഞാൻ ഇപ്പോൾ 2-3 സീരീസ് ചെയ്തു. അപ്പൊ ഓൾറെഡി വേറെ സീരീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് അതിന്റെ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സ്പീഡ് എനിക്ക് ജനറലി കൂടുതലാണ്. അപ്പൊ എനിക്ക് രേഖയിൽ ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റിയത് അതാണ്. കാരണം ഞാൻ പടപടാന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം വേറൊന്നുമില്ല, ജോലി തിരക്കിൽ വരുന്ന ഒരു സംഭവമാണെന്നുള്ളത് ഇന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞാൻ അത് ചെയ്തിരുന്ന സമയത്ത് രേഖയുടെ കഥാപാത്രം അങ്ങനെയാണ്. രേഖയ്ക്ക് സമയമില്ല ഒന്നിനും. രേഖ ട്രെയിനിലാണ് രേഖയുടെ പകുതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രേഖയുടെ കുറെ കാര്യങ്ങൾ രേഖയ്ക്ക് പെട്ടെന്ന് കിട്ടുന്ന സമയത്തെല്ലാം ചെയ്ത് തീർക്കണം എന്നാണ് ആ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു എവിടേക്കോ ഞാൻ രേഖയായി പോകാറുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം അതേ സമയം കൊണ്ട്. പക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആഫ്റ്റർ യു 40s ആ സ്പീഡ് ചെറുതായിട്ട് കുറയുന്നു ഒരു ടെൻഷനുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ബോഡി തന്നെ അതുമായിട്ട് അഡാപ്റ്റ് ആവണം ഈ സ്പീഡ് കൂട്ടുക എന്ന് പറയുന്ന സംഭവം. ഇന്ന് മേ ബി തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം കമൽ സാർ അതിനെക്കുറിച്ച് ഇറങ്ങി ചിന്തിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു ക്യാരക്ടർ അതിന് തീർച്ചയായിട്ടും കൊണ്ടുവന്നതല്ലേ. കാരണം എന്നാലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രേഖയുടെ കഥാപാത്രം, രേഖ എന്ന് പറയുന്നത് ജീവിക്കുന്ന പത്രപ്പാടിൽ അത്രയും സ്പീഡ് കൂടിയതാണ്. അല്ലാതെ രേഖയുടെ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇന്ന് ആലോചിക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ അതൊക്കെ. കൊബാൾ ബ്ലൂവും കലാപാനിയൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ ഭാഷയിൽ ചെയ്യാനുള്ള ഓൾറെഡി നമ്മളിങ്ങനെ ആ ഒരു ഫേസിലേക്ക് കടന്ന ഒരു സമയമാണ്. ചെറിയൊരു ബ്രേക്ക് എന്ന് പറയുന്നില്ല, എന്നാലും ഇൻഡസ്ട്രിയിലൊരു ബ്രേക്ക് പറയാമല്ലോ. അപ്പം നമ്മൾ അവിടെ പോയി ചെയ്യുമ്പോൾ എന്താ മലയാളത്തിൽ നിന്നുള്ള മലയാളം കുറച്ചുകൂടി ഒരു കംഫർട്ട് സോൺ ആയിരിക്കും. എപ്പോഴും നമുക്ക് കണക്ഷൻസ് ഉണ്ട്, അറിയുന്ന മുഖമാണ് ഞാൻ എന്നുള്ള ഒരു കംഫർട്ട് ഉണ്ട്. അത് ബ്രേക്ക് ആവുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ ചാലഞ്ചിങ് ആയിട്ട് എടുക്കാറ്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് കുറച്ചുകൂടെ ഫ്രീഡം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇനി എന്തും ചെയ്യാം. മറ്റേതൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ടും നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് മോശമാണെന്നല്ല നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അതെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവിടെ തന്നെ ബ്രേക്ക് ആവും. നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മളാരും അറിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ നമ്മൾ അന്നത്തെ സമയത്ത് ആ മൂമെന്റിൽ ആ സീനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ടാണ് നമ്മളെ അവിടെ ചുറ്റുമുള്ളവർ അറിയുന്നത്. അപ്പോൾ ആ പെർഫോമൻസിലൂടെയാണ് നമ്മുടെ ഐഡന്റിറ്റിയും. അതല്ലാതെ പേരോ ലേബലോ ഏത് ഭാഷ സംസാരിക്കുന്നത് എവിടത്തെ നടി അതെന്നുള്ളതിനെല്ലാം ഉപരി അത് ഞാൻ മാത്രമല്ല അവിടെ വരുന്ന മിക്ക പല പല ഭാഷയിലുള്ള ആക്ടേഴ്സ് ഉള്ളപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഞങ്ങളുടെ കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ആ സീരീസിലുള്ള അപ്പത്തെ ആ കഥാപാത്രം ആയിട്ടാണ്, ആ പെർഫോമർ ആയിട്ടാണ്. രാദർ ദാൻ ദ പേഴ്സൺ ഇറ്റ്സ് എ പെർഫോമർ. അപ്പോൾ അതൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. ആൻഡ് ഇറ്റ് ഈസ് ഭാഷ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സിങ് സൗണ്ട് ആണല്ലോ എല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഹിന്ദി കുറച്ചറിയാമെങ്കിൽ പോലും നമ്മളുടെ സ്വാഭാവികമായിട്ടും ഒരിക്കലും മലയാളി ഹിന്ദി പറയുന്നത് അത്രയും ഉണ്ടാവുള്ളൂ. ഡിക്ഷൻ കറക്റ്റ് ചെയ്യേണ്ടി വരും. യു ഡോണ്ട് വോണ്ട് ടു ലുക്ക് ലൈക്ക് യു ഹവ് നോട്ട് ഡൺ എ ഹോംവർക്ക്. അത് ശരിയല്ലല്ലോ. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്മളെ പറ്റിയ മാക്സിമം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നത് എല്ലാവരും അതുപോലെ വളരെയധികം ഹോംവർക്ക് ചെയ്തിട്ട് വരുന്നവരാണ്. അപ്പോൾ ആ ഡിക്ഷൻ ട്രെയിനിങ് ക്ലാസ്സസിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ എക്സ്ട്രാ എഫേർട്ട്, ഈ പറഞ്ഞ പോലെ സ്പീഡ് കുറച്ച് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു നോർമൽ ഇപ്പം പ്രിയംവദ വന്ന പോലെയാണെങ്കിലും അങ്ങനെയുള്ള ഒരു സ്പേസ് എന്ന് വരുന്നതിനേക്കാൾ നമ്മുടെ ഫാമിലി മുഴുവൻ ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളൊരു ഇത് വരികയാണല്ലോ. അപ്പം മക്കളാണെങ്കിൽ പോലും ഇപ്പം മദർ ഇൻ ലോ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും വ്ളോഗർ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അത്രയും ഫാമിലീനെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കണക്ഷൻസും ഇവിടെ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പ്ലസും മൈനസും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതെങ്ങനെയായിരിക്കും? അല്ല, അതുണ്ടാവും. അതൊരു തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പക്ഷേ ഈ അതിനൊരു നെഗറ്റീവായിട്ട് ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആക്ച്വലി. കാരണം അങ്ങനെയുള്ള എത്ര ഫാമിലീസ് ഉണ്ടാവും. ഇതൊരു വലിയ ബ്ലെസ്സിങ് അല്ലേ, കുടുംബത്തിലെല്ലാവരും കല ഇതുപോലെ തന്നെ
സ്വീകരിക്കാൻ പറ്റുന്നു, കല നമ്മളിൽ അനുഗ്രഹീതരാണ് നമ്മൾ എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതൊരു വലിയ ഈ ഓൾ ദ പ്ലസസ് ആർ ഓൾസോ ബിഗ് റെസ്പോൺസിബിലിറ്റീസ്. അതാണ് സംഭവം. നമുക്ക് എല്ലാവരുടെ ഇടയിൽ ഒരു സ്നേഹമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള മുഖമാണ് എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല, അതുപോലത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്, അതുപോലെ നമ്മളുടെ എക്സ്പെക്റ്റേഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഈ ഉള്ള എല്ലാ പ്ലസസും അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടി തന്നെയാണ് അതിനെ നേരിടേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ് കുഞ്ഞുങ്ങൾക്ക്. അതൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. ആ കാഴ്ചപ്പാട് ഒരിക്കലും കാണരുത് എന്നത് ഇപ്പം തീർച്ചയായിട്ടും ഇന്ദ്രൻ്റെയും അനിയനോടും ഇൻഡിവിജ്വലി നിങ്ങൾ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ ചോദിക്കുമ്പോഴും അവർ തന്നെയാണ് പറയാം, അവരും ഇതുപോലത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും ആക്ടേഴ്സാണ്. അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ആ ആക്സസിബിലിറ്റി കുറവുള്ള സമയത്ത് എന്തുമാത്രം ഇവർക്കും ആ ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്, അതങ്ങനെ തന്നെ വിചാരിക്കുക. അതിനോടൊപ്പം തന്നെ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്തിട്ട് അതിനെ അങ്ങനെ കാണുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മൈനസ് എന്ന് പറയാൻ ഇപ്പോൾ മൈനസ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പ്രിവസി ഇഷ്യൂ അങ്ങനത്തെയൊക്കെയല്ലേ വരുള്ളൂ. പക്ഷെ അതൊരു മൈനസ് ആണോ? അതൊരിക്കലും അല്ലല്ലോ. ഇതിൻ്റെ പ്രിവിലേജസ് എന്തുമാത്രമാണ് അത് വെച്ച് നോക്കുമ്പോൾ അത് വെറുതെ എന്തെങ്കിലും അത് പറയണ്ടേന്ന് വെച്ചാൽ പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പീപ്പിൾ ടു പീപ്പിൾ കാര്യങ്ങൾ മാറും. ഇപ്പോൾ ചിലവർ, അതിപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ 5 പേരുണ്ടെങ്കിൽ 5 പേരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഒരാൾക്ക് ഈ ആളും ബഹളമൊന്നും ഇല്ലാതെ ഇരിക്കാനായിരിക്കും താല്പര്യം. അപ്പോൾ അവന് വലിയ ഗമയാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ അവരുടെ നേച്ചർ അതാണെങ്കിൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കാം ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പ്രഷറായിട്ട് വരിക. കാരണം ഒരു ഇൻട്രോവേർട്ടിനെ പിടിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു സർവൈവൽ പ്രശ്നം ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്, അവർക്ക് ജെന്യൂനായിട്ട് ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ്. പക്ഷെ അതൊരു ബാലൻസിൽ കീപ്പ് ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു മുറിയിലേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ വിട്ടു, പൂർണിമ ചേച്ചിയുടെ കൂടെയുള്ള വർക്കിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹെൽപ്പ് ചെയ്തോ? വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടു. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഐ റിയലി ഹോപ്പ് ഐ ഗെറ്റ് ടു ഡു അനദർ മൂവി വിത്ത് യു. സോ നൈസ് ടു വർക്ക് വിത്ത് ഹർ. ആൻഡ് ഞങ്ങൾ കുറച്ച് ദിവസത്തിൽ പടം തീർന്നു. ബട്ട് എവറി ഡേ വാസ് സോ നൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പൂർണിമ ചേച്ചിയുടെ ക്യാരക്ടറിന്റെ കൂടെയാണ്. സോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ലൈക്ക് ഫ്രം ദി ഫസ്റ്റ് ഡേ ലൈക്ക് ഇതിനടുത്ത് നമ്മളിത് ഇങ്ങനൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഐ മീൻ സിനിമ ഷൂട്ടിംഗ് സമയത്ത് കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പെട്ടെന്ന് അതിനിടയിലേക്ക് എനിക്ക് കാലൊരു ചെറിയ ഇഞ്ചുറി വന്നിരുന്നു. അപ്പോൾ ആ ഇഞ്ചുറിക്ക് ശേഷം പിന്നെ ഫുൾ ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത്രയല്ല, പക്ഷെ പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് ഇഞ്ചുറി എന്ന് മനസ്സിലാവില്ല. സോ ഷോക്ക്ഡ്. ഐ വാസ് റിയലി ജെന്യുവൻലി ഷോക്ക്ഡ് ആഫ്റ്റർ യു കെയിം ആഫ്റ്റർ ദി ഇഞ്ചുറി. ആ ഷോട്ട്സ് എടുക്കുമ്പോൾ ഇഞ്ചേർഡ് ആയിരുന്നില്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.